dear friends, ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഖത്തറിലൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, Qsales എന്നാണ് ആ പേജിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കിച്ചണിലേക്കും അതുപോലെ തന്നെ റൂമിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളാണ്. നമ്മൾ ആമസോണിനൊക്കെ വാങ്ങിക്കില്ലേ, സെയിം അതേ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് കാണാൻ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ ഡോറിൻ്റെ അടിയിലൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഒരു തെർമോക്കോളിൻ്റെ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ടൊക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് തണുപ്പൊക്കെ റൂമിൽ തന്നെ നന്നായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പുറത്തുള്ള പൊടികളൊന്നും അധികം ഇങ്ങോട്ട് റൂമിലേക്ക് ആവില്ല കേട്ടോ. അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റാണ്. നമ്മൾ ചെറിയ ചെറിയ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാനും പിന്നെ വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാസ്ക്കറ്റാണ്. ഞാനിത് ബാത്റൂമിലാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റും. ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. ആവശ്യമുള്ള സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേളിൽ ചെറിയൊരു ഡെക്കറേഷൻസ് പോലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണിത്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിനി കുക്കീസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും റെസിപ്പി കാണിക്കുമ്പോൾ ഞാൻ അതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ സോപ്പൊക്കെ പമ്പ് ചെയ്തെടുക്കുന്ന ഒരു ഡിസ്പെൻസറാണ് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിക്വിഡ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് മാത്രം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പമ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് പേരെടുത്തൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇനിയും വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് സിലിക്കൻ്റെ ഗ്ലൗസ് ആണ് കേട്ടോ. നല്ല യൂസ് ഉള്ളതാണ്. നമുക്ക് പാത്രം കഴുകാനോ അല്ലെങ്കിൽ സിങ്ക് കഴുകാനോ വാഷ് ബേസിൻ കഴുകാനോ നമുക്ക് ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ കഴുകാനൊക്കെ നല്ല യൂസുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് കൈക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനത്തെ ഒരു 3-4 ടൈപ്പ് ഒക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നിനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സിങ്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് പാത്രം കഴുകാനോ സിങ്ക് കഴുകാനോ വാഷ് ബേസിൻ കഴുകാനോ ഒക്കെ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിത് വാഷ് ബേസിൻ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്കിത് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഉരച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ലിക്വിഡ് വരും. എന്നിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇതൊരു നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സാധാ ലിക്വിഡാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഫൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സ്പാച്ചുലാണ്. ഇത് നമുക്ക് കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകാണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് ഞാൻ കുക്കിംഗ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു സിലിക്കണിൻ്റെ മാറ്റ് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് ഇപ്പോൾ ഉണ്ട്. ഇനിയും വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ബേക്കിങ്ങിൻ്റെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും അതുമല്ല നമുക്കിപ്പോൾ സാധാ പൊടി കുഴച്ച് പരത്തിയെടുക്കാനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. എല്ലാം നമുക്ക് ഈ ഒരു മാറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനിയും വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം.
ഈ ഒരു ഐറ്റം വരുന്നത് സിലിക്കൻ്റെ ലിഡ്സാണ്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാത്രത്തിന് നമുക്ക് ലിഡ്സ് ഒന്നും വരില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അല്ലാത്ത ചില പാത്രത്തിൻ്റെ ലിഡ്സ് ഒന്നും കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ, അതും നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഓട്ടോ ഫോമിങ് സോപ്പ് ഡിസ്പെൻസറാണ്. ഇത് ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഓട്ടോ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ചതുക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് അധികം വേറെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് നല്ല യൂസായിട്ട് തോന്നി കേട്ടോ. നമുക്ക് ഒരുപാട് വെളുത്തുള്ളി തന്നെ നമുക്ക് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചതുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഈ ഒരു ഐറ്റം നമ്മളിപ്പം പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കവറിലൊക്കെ ഉണ്ടാകുന്ന എയർ ഉണ്ടല്ലോ, അത് പോക്കിയിട്ട് നല്ല രീതിയിൽ നീറ്റാക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ എയറൊക്കെ പോക്കിയിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ കിട്ടും. ഇങ്ങനെ എയർ പോക്കിയിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് അത് നന്നായിട്ട് വാക്യൂം ചെയ്തെടുക്കും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഇലക്ട്രോണിക് കുറ്റി എന്ന് തന്നെ പറയാം. കാരണം ഇത് മോനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇത് നമുക്ക് ATM മാതിരി ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡൊക്കെ അടിച്ചിട്ട് തുറന്നു കൊടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ പാസ്വേഡൊക്കെ മാറ്റാനും പറ്റും കേട്ടോ. അപ്പോൾ കോയിൻ ഇതാ ഈ ഒരു സൈഡിൽ കൂടി, നോട്ട് ഒക്കെ ഈ ഒരു സൈഡിൽ കൂടിയാണ് ഇടേണ്ടത്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസർ. ഇത് നാട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് നല്ല യൂസാണ്. ഇങ്ങനെ ടോപ്പ് തുറന്നിട്ട് പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇനിയും വാങ്ങിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഈ ഒരു ഐറ്റം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിപ്പം മാവ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഒരു പാനിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പാത്രവും കയ്യിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കുക്കിംഗ് വീഡിയോസിൽ കാണിച്ചത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഞാൻ കാണിക്കുന്നത് ഈ പെട്ടിയിലുള്ള ലാസ്റ്റ് ഐറ്റമാണ്. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ. ഒരു കുട്ടി ഫ്രിഡ്ജാണ് ഇത്. പ്രത്യേകിച്ച് പുറത്തുള്ള കൺട്രീസിലുള്ളവർക്കൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു Qsales നിന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വേണമല്ലോ അടുത്ത വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് നോക്കിയതാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ധാന്യങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിത് ഓരോ ധാന്യങ്ങൾ ഇട്ടിട്ട് അത് ഡിവൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അവരുടെ പേജുണ്ട്, Qsales 2022 എന്നാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് വേറെയും കാണാൻ പറ്റും. നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഖത്തറിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരെത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്